ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചെറുപയർ പായസമാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ വീടുകളിൽ നല്ല ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അല്ലാത്ത അവസരങ്ങളൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വല്യമ്മച്ചിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത്. വല്യമ്മച്ചി ആരെങ്കിലുമൊക്കെ ചെന്നാൽ ഇതേ രീതിയിലെല്ലാം പായസം ഉണ്ടാക്കി കൊടുക്കും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ഇതേ രീതി തന്നെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ 5 പേർക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 10 പേരുടെ കണക്കാക്കി വേണം ഉണ്ടാക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞങ്ങളിവിടെ 500 പരിപ്പ്, ചെറുപയറിൻ്റെ പരിപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കിലോ ബെല്ലത്തിൻ്റെ നന്നായിട്ട് ഉരുക്കി ഇവിടെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഏലക്ക പൊടിച്ചത്, അല്പം ജീരകവും ചുക്കും കൂടെ പൊടിച്ച് വെച്ചത്, പിന്നെ നെയ്യ്, പിന്നെ നമുക്കൊന്ന് അലങ്കാരത്തിനൊക്കെ ടേസ്റ്റിന് വേണ്ടിയൊക്കെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞങ്ങളൊരു പാൻ എടുത്ത് വെച്ചപ്പോൾ നമുക്ക് പരിപ്പൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ആദ്യം പരിപ്പ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ നെയ്യിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം. കുറച്ച് മുന്തിരി, തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഏകദേശം ആയിട്ടുണ്ട് തേങ്ങാക്കൊത്തും. അതിൻ്റെ കൂടെ നമുക്ക് മുന്തിരിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. നോക്കട്ടില്ല, വലിയ അണ്ടിപ്പരിപ്പ് കായ ഇപ്പോഴേ ഇവർക്ക് തീർക്കല്ലേ പായസം ഉണ്ടാക്കാനുള്ള. നല്ല മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നട്ട്സ് വറുത്ത് കോരി ബാക്കി നെയ്യ് മിച്ചമുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ പരിപ്പും വറുത്തെടുക്കുന്നത്. ഇതിൽ 500 ഗ്രാം പരിപ്പാണ് ഞങ്ങൾ പായസത്തിന് എടുത്തിരിക്കുന്നത്. ഇതിൽ പകുതി പരിപ്പ് നമ്മൾ നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ബാക്കി പകുതി ലൈറ്റ് കളറിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പായസം ആയപ്പോൾ നന്നായിട്ട് നമ്മൾ പാചകമൊക്കെ ചെയ്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് പകുതി ഭാഗം. അപ്പം മറ്റേ നമ്മൾ ലൈറ്റ് ആക്കുകയാണെങ്കിൽ നല്ലൊരു വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഒരേ രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തുടയാതിരിക്കും വേണ്ടിയാണ് ഞങ്ങൾ 2ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പകുതി നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. പരിപ്പ് നമ്മൾ ഇതേ രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയും കൂടി വറുത്തെടുക്കാം. നമ്മൾ ആദ്യം വറുത്തെടുത്തത് പോലെയുള്ള രീതിയിൽ വറുത്തെടുക്കണ്ട. അതിൻ്റെ പകുതി വറുത്തെടുത്താൽ മതി. ലൈറ്റ് കളറിൽ നമുക്ക് വറുത്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഫ്രൈ ആക്കി വെച്ച ആ പരിപ്പും കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിനാവശ്യമായ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം. ഏകദേശം പരിപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ രീതിയിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുക്കർ മൂടി വെച്ച് 5 വിസിലടിക്കുന്നത് നമുക്ക് വേവിച്ചെടുക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1 കിലോ ശർക്കരയായിരുന്നു ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുറുക്കി അരിച്ചെടുത്തതാണ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി ഉടയ്ക്കണ്ട.
ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പാനി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കാച്ചിയതാണ്. ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ശർക്കരപ്പാനിയും പാലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ജീരകവും പൊടിച്ചും ചുക്കും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം ഏലക്ക പൊടിച്ചത്, ഏലക്ക പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുറുക്കിയെടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പായസം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കാവും. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നന്നായിട്ട് കുറുകി നല്ല പാകമായിട്ട് വരും. പായസം റെഡി ആയിട്ടുണ്ട്. 5-10 മിനിറ്റ് ഇരുന്നപ്പോൾ നല്ല കുറുകി പാകമായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പിള്ളേരെ ഒന്ന് വിളിക്കാം. പിള്ളേരാണല്ലോ പായസത്തിൻ്റെ ഉസ്താദ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലേ? അപ്പം അതൊക്കെ കുടിച്ചാൽ മതി കേട്ടോ. ചൂടുണ്ടോ? നല്ല സൂപ്പർ മധുരമൊക്കെ ഉണ്ട്. അമ്മ ഇന്നും ഉണ്ടാക്കുന്നതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്നും അമ്മ തേങ്ങാപ്പാലിലല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് പശുമ്പാല ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന്. ഇങ്ങനെ അടിപൊളി. ഇതേപോലത്തെ 5 ഗ്ലാസ് ഉണ്ടായിരുന്നു കുടിച്ചു തീർക്കായിരുന്നു. ഇഷ്ടമായോ അന്നേരം? പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല മറ്റു വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. 2 കൂടി മിൽമാപ്പാലുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.